ഈസ്റ്റ്വുഡ് നായകനായി 1979 പുറത്തിറങ്ങിയ ഒരു സിനിമയുണ്ട്, എസ്കേപ്പ് ഫ്രം അൽക്കട്രാസ്. കാമ്പൽ ബ്രൂസ് എഴുതി 1963 പുറത്തിറങ്ങിയ അതേ പേരിലുള്ള നോൺ ഫിക്ഷനെ അടിസ്ഥാനപ്പെടുത്തി ഡോൺ സീഗലാണ് സിനിമ സംവിധാനം ചെയ്തത്. അമേരിക്കയിലെ കുപ്രസിദ്ധമായ അൽക്കട്രാസ് ജയിലിൽ നിന്ന് ഫ്രാങ്ക് മോറിസ് എന്ന തടവുകാരൻ രക്ഷപ്പെടുന്ന കഥയാണ് സിനിമ പറയുന്നത്. യഥാർത്ഥത്തിൽ നടന്ന ഈ സംഭവം വീണ്ടും ചർച്ചയാവുകയാണ്. അതിന് കാരണക്കാരനായതോ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും. ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയതിനു ശേഷം നടത്തിയ പല പ്രഖ്യാപനങ്ങളിൽ ഒന്ന് 6 പതിറ്റാണ്ടായി അടഞ്ഞുകിടക്കുന്ന ഈ ജയിൽ വീണ്ടും തുറക്കും എന്നതായിരുന്നു. ട്രംപിന്റെ പല പ്രഖ്യാപനങ്ങൾ പോലെ ഇതും അമേരിക്കയും ലോകവും കേട്ടത് അമ്പരപ്പോടെയും ആശ്ചര്യത്തോടെയുമാണ്. വെള്ളസ്രാവുകളാൽ നിറഞ്ഞ പ്രക്ഷുബ്ധമായ കടലിനാൽ ചുറ്റപ്പെട്ട, രക്ഷപ്പെടാൻ യാതൊരു മാർഗങ്ങളുമില്ലാത്ത, ക്രൂരമായ രീതിയിൽ മനുഷ്യരെ പാർപ്പിച്ചിരുന്ന ദി റോക്ക് എന്നറിയപ്പെടുന്ന അൽക്കട്രാസ് ജയിൽ. കനത്ത സുരക്ഷയുള്ള ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടാലും ചുറ്റുമുള്ള കടൽ കടന്ന് പുറം ലോകത്തെത്താൻ ആർക്കും കഴിയില്ല. അതാണ് അൽക്കട്രാസിന്റെ പ്രത്യേകത. എങ്കിലും ജയിൽ ചാട്ടങ്ങൾ ഇടയ്ക്കിടെ ഇവിടെ നടന്നിരുന്നു. 1934 മുതൽ ജയിൽ അടച്ചുപൂട്ടുന്ന 1963 വരെയുള്ള 29 വർഷത്തിനിടയിൽ 14 ജയിൽ ചാട്ട ശ്രമങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. 34 തടവുകാരാണ് ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ഇവരെല്ലാം ഒന്നുകിൽ പിടിക്കപ്പെടുകയോ കൊല്ലപ്പെടുകയോ കടലിൽ മുങ്ങി മരിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഇതിലൊന്നും പെടാത്ത ഒരു പേരുണ്ട്. അതാണ് ആദ്യം പറഞ്ഞ ഫ്രാങ്ക് മോറിസ്. ജയിൽ ഉദ്യോഗസ്ഥരെ അതിസമർത്ഥമായി കബളിപ്പിച്ച് അൽക്കട്രാസിൽ നിന്ന് രക്ഷപ്പെട്ട തടവുകാരൻ. അൽക്കട്രാസിൽ നിന്ന് പുറത്തു ചാടിയ മോറിസിനെയും മറ്റു 2 പേരെയും കുറിച്ച് പിന്നീട് യാതൊരു വിവരവുമില്ല. ഇവർ കടലിൽ മുങ്ങി മരിച്ചെന്ന് റിപ്പോർട്ടുകൾ വന്നെങ്കിലും ഇതൊന്നും സ്ഥിരീകരിക്കാനുള്ള തെളിവുകളും ഇന്നുവരെ ലഭിച്ചിട്ടില്ല. അതെ, നിഗൂഢമായ അൽക്കട്രാസിനെ കുറിച്ചും അവിടെ നിന്ന് രക്ഷപ്പെട്ട ഫ്രാങ്ക് മോറിസിന്റെയും അതിസാഹസിക കഥയാണ് ഇവിടെ പറയുന്നത്. ഇരുമ്പ് കോട്ട എന്ന് വിളിപ്പേരുള്ള അൽക്കട്രാസിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? ചോദ്യം ഫ്രാങ്ക് മോറിസിനോടാണെങ്കിൽ അല്പം ബുദ്ധിയും അസാമാന്യ ധൈര്യവും 50 റെയിൻകോട്ടുകളും മതിയെന്നാകും മറുപടി. 1962 ജൂൺ 11 ഫ്രാങ്ക് മോറിസും സഹോദരങ്ങളായ ക്ലറൻസ് ആംഗ്ലിൻ, ജോൺ ആംഗ്ലിൻ എന്നിവർ അൽക്കട്രാസിൽ നിന്ന് പുറത്തു കടക്കുന്നത്. കടൽ കടക്കാനുള്ള റാഫ്റ്റുകളും ജയിൽ ഉദ്യോഗസ്ഥരെ കബളിപ്പിക്കാനായി സിമന്റും മുടിയും കൊണ്ട് മനുഷ്യ ശരീരം എന്ന് തോന്നിപ്പിക്കുന്ന രൂപവുമെല്ലാം മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പിൽ ഇവർ ഒരുക്കി. ഒടുവിൽ സെല്ലിന്റെ വെന്റിലേഷൻ തകർത്ത് ജയിലിന്റെ മേൽക്കൂരയിൽ കയറി തണുത്തുറഞ്ഞ പ്രക്ഷുബ്ധമായ സാൻ ഫ്രാൻസിസ്കോ ഉൾക്കടലിലേക്ക് അവർ എടുത്തു ചാടി. സാൻ ഫ്രാൻസിസ്കോയ്ക്ക് സമീപത്തുള്ള കാലിഫോർണിയ ദ്വീപിലാണ് അൽക്കട്രാസ് ജയിൽ സ്ഥിതി ചെയ്യുന്നത്. അമേരിക്കയിലെ കൊടും കുറ്റവാളികൾ എന്ന് പറയുന്നവരെ പാർപ്പിച്ചിരുന്ന ഈ ജയിൽ നടത്തിപ്പിനായുള്ള ഭാരിച്ച ചെലവ് ചൂണ്ടിക്കാട്ടിയാണ് 1963 അടച്ചുപൂട്ടുന്നത്. അമേരിക്ക കുറ്റവാളികളെ കൊണ്ട് നിറയുകയാണെന്നും ഇവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താൻ അൽക്കട്രാസ് വീണ്ടും തുറക്കണമെന്നുമാണ് ട്രംപിന്റെ പ്രഖ്യാപനം. അതിനൊപ്പം അദ്ദേഹം കൂട്ടിച്ചേർത്ത ഒരു കാര്യം കൂടിയുണ്ട്: ആരും ഇതുവരെ അൽക്കട്രാസിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല എന്ന്. ഇതോടെയാണ് മോറിസിന്റെയും സംഘത്തിന്റെയും ജയിൽ ചാട്ടത്തെക്കുറിച്ച് ചരിത്രകാരന്മാരും മാധ്യമങ്ങളും വീണ്ടും ചോദ്യങ്ങൾ ഉന്നയിച്ചത്. ഇവർ ജയിലിൽ നിന്ന് പുറത്ത് ചാടിയതിന് തെളിവുകളുണ്ട്. എന്നാൽ ഇവരെ പിടികൂടിയതിനോ കൊലപ്പെടുത്തിയതിനോ മരണപ്പെട്ടതിനോ സ്ഥിരീകരിക്കാവുന്ന യാതൊരു തെളിവുമില്ല. മോറിസും സംഘവും രക്ഷപ്പെട്ടെന്നും സർക്കാരിന്റെയും നിയമത്തിന്റെയും കണ്ണുവെട്ടിച്ചവർ മറ്റൊരു പേരിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയെന്നുമാണ് ഇവരുടെ കുടുംബം പോലും വിശ്വസിക്കുന്നത്. ഫ്രാങ്ക് മോറിസിനെ കുറിച്ച് ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട മോറിസിന്റെ ബാല്യം കടുത്ത ദാരിദ്ര്യത്തിലായിരുന്നു. കുട്ടിക്കാലത്തു തന്നെ ചെറിയ മോഷണങ്ങൾ തുടങ്ങിയ മോറിസ് സാമൂഹിക സാഹചര്യങ്ങളിൽ സ്വാഭാവികമായും എത്തിപ്പെട്ടത് കുറ്റകൃത്യങ്ങളുടെ ലോകത്താണ്. അതീവ ബുദ്ധിശക്തിയായിരുന്നു മോറിസിന്റെ സവിശേഷത. അയാളുടെ IQ 133 ആയിരുന്നുവെന്ന് രേഖകൾ പറയുന്നു. ചെറുതും വലുതുമായ നിരവധി കുറ്റകൃത്യങ്ങൾക്കൊടുവിലാണ് മോറിസ് അൽക്കട്രാസിൽ എത്തുന്നത്. അൽക്കട്രാസിലെത്തിയ മോറിസ് അവിടെ വെച്ച് സഹതടവുകാരായ ആംഗ്ലിൻ സഹോദരന്മാരെ പരിചയപ്പെടുന്നു. ഇവിടെ നിന്ന് ചരിത്ര പ്രസിദ്ധമായ എസ്കേപ്പിംഗ് ഫ്രം അൽക്കട്രാസ് ആരംഭിക്കുകയായി. മൂവർ സംഘം രക്ഷപ്പെട്ടെന്ന് മനസ്സിലായതോടെ FBI ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് അതിസമർത്ഥമായ പ്ലാനിങ്ങും അതിന്റെ എക്സിക്യൂഷനുമായിരുന്നു. 6 മാസം കൊണ്ട് നടത്തിയ ശ്രമങ്ങൾക്കൊടുവിലാണ് 3 പേരും ജയിലിന് പുറത്തേക്ക് കടന്നത്. അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയായിരുന്നു. കടലിൽ സർവൈവ് ചെയ്യാനായി രഹസ്യമായി അവർ റാഫ്റ്റ് ഉണ്ടാക്കി. അതിനായി സഹതടവുകാരുടെ റബ്ബർ റെയിൻകോട്ടുകൾ മോഷ്ടിച്ചു. ഇതെല്ലാം ഒട്ടിച്ചുകൂട്ടി 14 അടി നീളത്തിലുള്ള ഒരു ചങ്ങാടമുണ്ടാക്കി.
ജയിലിന്റെ ചുമര് തുറക്കാനുള്ള ഇലക്ട്രിക് ഡ്രിൽ ഉണ്ടാക്കിയത് വാക്വം ക്ലീനറിന്റെ മോട്ടറിൽ നിന്നാണ്. സ്ക്രൂ ഡ്രൈവറായി ഉപയോഗിച്ചത് ജയിലിലെ അടുക്കളയിൽ നിന്ന് മോഷ്ടിച്ച സ്പൂണുകളും. പുറത്തു കടന്ന ചങ്ങാടം ഊതി വീർപ്പിക്കണമല്ലോ. അതിനായി സംഗീത ഉപകരണമായ കോൺസർട്ടീന, നമ്മുടെ അക്കോർഡിയൻ പോലുള്ള ഒരു ഉപകരണവും സംഘടിപ്പിച്ചിരുന്നു. ജയിലിനുള്ളിൽ നിന്ന് തരപ്പെടുത്തിയ തുണികൾ ചേർത്ത് ലൈഫ് ചെസ്റ്റും നിർമ്മിച്ചു. ജയിൽ ഉദ്യോഗസ്ഥരെ മോറിസും സംഘവും ബുദ്ധിസാമർഥ്യം കൊണ്ട് കബളിപ്പിച്ച രീതി കണ്ടാണ് അന്വേഷണ സംഘം ഞെട്ടിയത്. തടവറയിൽ തങ്ങൾ ഉണ്ടെന്ന് ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്താനായി മനുഷ്യരൂപത്തിലുള്ള നിർമ്മിതികളും ഇവർ ഉണ്ടാക്കിയിരുന്നു. അതിനായി സിമന്റ് കഷ്ണങ്ങളും തുണികളും ജയിലിലെ ബാർബർ ഷോപ്പിൽ നിന്ന് ശേഖരിച്ച മുടികളും ഉപയോഗിച്ച് 3 ഡമ്മി തലകൾ അവർ ഉണ്ടാക്കി. ഇത്രയും കാര്യങ്ങൾ ഇവർ ചെയ്തത് അമേരിക്കയിലെ അതീവ സുരക്ഷാ ജയിലിലെ പരിമിതമായ സൗകര്യങ്ങളിൽ നിന്നാണെന്നതാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ അത്ഭുതപ്പെടുത്തിയത്. മൂവർ സംഘത്തെക്കുറിച്ച് FBI, US മാർഷൽ, കോസ്റ്റ് ഗാർഡ് എന്നീ സംഘങ്ങൾ ദീർഘനാൾ അന്വേഷണം നടത്തിയെങ്കിലും ഒരു തുമ്പും ലഭിച്ചില്ല. മരണവും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. രക്ഷപ്പെടുമ്പോൾ മോറിസിന്റെയും ആംഗ്ലിൻ സഹോദരന്മാരുടെയും പ്രായം 30 ആയിരുന്നുവെന്നാണ് രേഖകൾ. 2013 മോറിസ് ജീവിച്ചിരിപ്പുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഒരു കത്ത് FBI-ക്ക് ലഭിച്ചിരുന്നു. എന്നാൽ അതിന്റെ ആധികാരികത സ്ഥിരീകരിക്കാനായില്ല. മോറിസും കൂട്ടുകാരും ജീവനോടെ രക്ഷപ്പെട്ടോ അതോ മരിച്ചോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അന്വേഷണ സംഘങ്ങളെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞത് ഇതായിരുന്നു: രക്ഷപ്പെടാനായി ഇവർ നടത്തിയ തയ്യാറെടുപ്പുകളും അതിന്റെ രീതികളും അതിശയിപ്പിക്കുന്നതാണെന്ന്. തടവ് പുള്ളികളെ രക്ഷിക്കാൻ സഹായിച്ച മറ്റൊരു ഘടകം ജയിലിന്റെ ദുർബലാവസ്ഥയായിരുന്നു. കടലിന്റെ നടുവിൽ ഉപ്പുകാറ്റേറ്റ് നിൽക്കുന്ന ജയിൽ നിലനിർത്തി പോരുക എന്നത് വലിയ ചെലവേറിയ കാര്യമാണ്. ഉപ്പുകാറ്റേറ്റ് ജയിലിന്റെ മതിലുകൾ കാലക്രമത്തിൽ ദുർബലമായി കൊണ്ടിരിക്കുകയായിരുന്നു എന്നതും റിപ്പയർ ജോലികളൊന്നും ആ സമയത്ത് നടന്നിട്ടില്ലെന്നതും മോറിസിന് കാര്യങ്ങൾ എളുപ്പമാക്കി. തടവ് പുള്ളികൾ രക്ഷപ്പെട്ടതറിഞ്ഞ ഉടൻ അവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിരുന്നു. അൽക്കട്രാസിന് ചുറ്റുമുള്ള കടലിൽ തിരച്ചിൽ നടത്തി. തീരങ്ങളിലുള്ള പോലീസിന് ജാഗ്രതാ നിർദ്ദേശം നൽകി. കോസ്റ്റ് ഗാർഡും ആർമിയുമെല്ലാം ബോട്ടുകളും ഹെലികോപ്റ്ററും ഒക്കെയായി തിരച്ചിൽ ആരംഭിച്ചു. അൽക്കട്രാസിന് തൊട്ട് വടക്കുള്ള ഏഞ്ചൽ ദ്വീപ് 100 സൈനികരും 35 മിലിറ്ററി പോലീസും ചേർന്നാണ് അരിച്ചു പെറുക്കിയത്. എന്നാൽ സംഘം ഇവിടെ എത്തി എന്ന് തെളിയിക്കുന്ന ഒന്നും കണ്ടെത്താനായില്ല. അതീവ സുരക്ഷാ ജയിലിൽ നിന്നും അതിവിദഗ്ധമായി മൂവർ സംഘം രക്ഷപ്പെട്ട വാർത്ത അന്ന് വലിയ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു. മോറിസും സംഘവും ജീവനോടെ രക്ഷപ്പെട്ടുവെന്നതിനെ കുറിച്ച് സൂചന ലഭിക്കുന്നതും ആ സമയത്തു തന്നെയാണ്. അതിന്റെ തെളിവുകൾ ലഭിച്ചത് പക്ഷേ ചുറ്റുമുള്ള ദ്വീപുകളിൽ നിന്നായിരുന്നില്ല, മറിച്ച് ഒരു കത്തിലൂടെയായിരുന്നു. അൽക്കട്രാസ് ജയിൽ വാർഡന് വന്ന ആ പോസ്റ്റ് കാർഡിൽ "ഞങ്ങൾ അത് ചെയ്തിരിക്കുന്നു" എന്നായിരുന്നു എഴുതിയത്. ഒപ്പം മോറിസിന്റെയും ആംഗ്ലിൻ സഹോദരന്മാരുടെയും ഒപ്പും. 1962 ജൂൺ 18 സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നാണ് കത്തെത്തിയത്. ഇത് ഇവരുടേത് തന്നെയാണെന്ന് ഉറപ്പിക്കാൻ FBI കയ്യെഴുത്ത് വിദഗ്ധരെയും എത്തിച്ചു. എന്നാൽ താരതമ്യം ചെയ്തു നോക്കാൻ മോറിസിന്റെയും സംഘത്തിന്റെയും മതിയായ കൈയക്ഷര സാമ്പിളുകൾ ഇല്ലായിരുന്നു. ഒടുവിൽ ഇതൊരു തട്ടിപ്പായിരിക്കുമെന്നാണ് FBI വിധി എഴുതിയത്. അന്വേഷണത്തിനിടയിൽ മോറിസിനെയും സംഘത്തെയും കണ്ടെന്ന പല അവകാശവാദങ്ങളും FBI-ക്ക് മുന്നിലെത്തിയെങ്കിലും ഇതൊന്നും തെളിയിക്കാൻ ആർക്കുമായില്ല. 2 വർഷത്തെ അന്വേഷണത്തിനൊടുവിൽ മോറിസും ആംഗ്ലിൻ സഹോദരങ്ങളും രക്ഷപ്പെട്ടതിന് തെളിവുകളൊന്നും കണ്ടെത്താനായില്ലെന്ന് കാണിച്ച് ഇവർ മരിച്ചതായി കണക്കാക്കി FBI അന്വേഷണം അവസാനിപ്പിച്ചു. എന്നാൽ രക്ഷപ്പെട്ടവരെ കണ്ടെത്താൻ ചുമതലയുള്ള മാർഷൽ സർവീസ് ഫയൽ ക്ലോസ് ചെയ്തില്ല. 3 പേരുടെയും വാണ്ടഡ് പോസ്റ്ററുകൾ സർവീസിന്റെ വെബ്സൈറ്റിൽ ഇപ്പോഴുമുണ്ട്. 80കളുടെ അവസാനത്തിൽ മോറിസും സംഘവും എങ്ങനെയായിരിക്കുമെന്ന കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ നിർമ്മിച്ച 3 ഫോട്ടോകൾ വെബ്സൈറ്റിൽ കാണാം. മോറിസും സംഘവും രക്ഷപ്പെട്ട് 1 വർഷം കഴിഞ്ഞ് 1963 അൽക്കട്രാസ് അടച്ചുപൂട്ടി. ജയിലിന്റെ നടത്തിപ്പും മെയിന്റനൻസും രാജ്യത്തിന് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നു എന്നായിരുന്നു അടച്ചുപൂട്ടാനുള്ള കാരണം. നിലവിൽ നാഷണൽ പാർക്ക് സർവീസിന്റെ കീഴിൽ ടൂറിസ്റ്റ് കേന്ദ്രമായാണ് അൽക്കട്രാസ് പ്രവർത്തിക്കുന്നത്. ഈ ജയിൽ തുറക്കുമെന്നാണ് 6 പതിറ്റാണ്ടിന് ശേഷം ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മോറിസും ആംഗ്ലിൻ സഹോദരങ്ങളും ജീവനോടെ രക്ഷപ്പെട്ടോ ഇല്ലയോ, കഥകൾ എന്തായാലും ട്രംപിന്റെ പ്രഖ്യാപനത്തോടെ 60കളിലെ ഗ്രേറ്റ് എസ്കേപ്പും ദി റോക്ക് എന്ന അൽക്കട്രാസ് ജയിലും വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ്.